ഹായ്, എൻ്റെ പേര് ടെസ്മരിയ ലോറൻസ്. ഞാൻ 26-നായിരുന്നു DH എക്സാം എഴുതിയത്. ഗോഡ് ഗ്രേസ് ഞാൻ പാസ്സായിട്ടുണ്ട്. മിഡ് വെഞ്ചറിനും ആൻഡോ സാറിനും അമൽ സാറിനൊക്കെ താങ്ക് യു പറയാണ്. അമൽ സാർ ഉള്ളത് കൊണ്ടാണ് വേണമെങ്കിൽ പാസ്സായെന്ന് വേണ്ടി പറയേണ്ടി വരും. കാരണം അത്രയും ഡൗട്ട്സ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സാർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡൗട്ട്സൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ച് നോളജും ഉണ്ടാകുക. സത്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാകണം, എന്നാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സാറ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് ഓൾറെഡി ഞാൻ മെറ്റീരിയൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി പഠിക്കുന്നവർ പക്ഷേ കാർഡിയോവാസ്കുലർ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, CNS, ആൻറ്റിബയോട്ടിക്സ് ഇതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ടോക്സിക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാക്സിനേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. GIT-യിൽ അധികം ഞാൻ വന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ സ്ട്രെസ്സ് എടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതായത് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ഞാൻ ഓരോന്നിൻ്റെയും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഏതാണ് CNSൻ്റെ ക്വസ്റ്റ്യൻസ് അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓറിയോൺ ഫയലും അതേപോലെ തന്നെ വേറൊരു ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് 2-3 ഫയലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അതിനകത്ത് ഫുള്ളും നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത് ജസ്റ്റ് നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ഓൾറെഡി എല്ലാ ആ ഫയലുകളെല്ലാം തന്നെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും ഫാർമക്കോളജി, നോൺ ഫാർമക്കോളജിയാണ് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. കാൽക്കുലേഷനും കെമിസ്ട്രി ഒന്നും അധികം എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ കാൽക്കുലേഷൻ ജസ്റ്റ് ഫോർമുലാസ് മാത്രമേ നോക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. മുന്നേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് എനിക്കൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഫോർമുലാസ് മാത്രം, എങ്ങനെയാണിത് വരുന്നതെന്നുള്ളത് മാത്രം നോക്കിയിട്ട് പോവുകയാണ് ചെയ്തത്. അതിൽ തന്നെ അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റി, റിലേറ്റീവ് ബയോ അവൈലബിലിറ്റി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഏതാണോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ബയോ അവൈലബിലിറ്റി, വോളിയം ഡിസ്ട്രിബ്യൂഷൻ, ലോഡിംഗ് ഡോസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാത്രം നോക്കി, സമയമില്ലാത്തവരാണെന്നെങ്കിൽ അതൊക്കെ മാത്രം നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഇൻഫ്യൂഷൻ റേറ്റ് കാണാനുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ബാക്കി ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ കെമിസ്ട്രി ഞാൻ അധികം നോക്കാൻ നിന്നിട്ടില്ല. 15 ക്വസ്റ്റ്യനൊക്കെ മാക്സിമം കാണത്തുള്ളൂ എന്ന്